ഹലോ ഗൈസ്, നിങ്ങളെല്ലാം ഒരുപാട് നാളും എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം ആദ്യമായിട്ട് അപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളത്തിന് നമ്മൾ 10 ദിവസവും വീഡിയോ ഇട്ടായിരുന്നു. അപ്പം നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പം ഇന്നലെ ലൈവിൽ വന്നപ്പോഴും എല്ലാവരും കമൻസും എല്ലാം ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ പേരും ഹൗസ് ക്ലീനിങ് വീഡിയോ ആണ് ചോദിച്ചത്. അപ്പോൾ ഹൗസ് ക്ലീനിങ് ഒക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്, എന്നാലും വീഡിയോ ആയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതലും അവർ സമയം അവരുടെ പോകുന്നത് ഈ ഹൗസ് ക്ലീനിങ്ങിന് തന്നെയാണല്ലോ. കുക്കിങ്ങും ഹൗസ് ക്ലീനിങ്ങും. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ക്ലീനിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, ഒത്തിരി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ക്ലീനിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഹോള് നല്ല പോലെ തൂത്ത് പൊടിയെല്ലാം കളഞ്ഞിട്ട് നല്ലതായിട്ട് ഒരു നന്നായിട്ട് ഒരു നല്ലൊരു തുണി വെച്ച് ലോഷനൊക്കെ ഉപയോഗിച്ച് നല്ലതായിട്ട് തുടച്ചെടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇരുന്ന് നല്ലവണ്ണം തുടയ്ക്കുവാണെങ്കിൽ നമ്മുടെ തറയിലെ പൊടിയെല്ലാം കംപ്ലീറ്റ്, അപ്പോൾ എന്നും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും ഡസ്റ്റ് ഫ്രീ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. എന്തായാലും ഞാൻ ഹോള് കംപ്ലീറ്റ് തൂത്തിട്ട് ഇനിയിപ്പം ഹോള് നല്ലോണം, അപ്പോൾ നമുക്ക് ഓരോ മുറിയായിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം തന്നെ എല്ലാം ചെയ്യുവാണെങ്കിൽ തളർന്നു പോകത്തില്ലേ. അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഹോള് നല്ല വൃത്തിയായിട്ട് തൂത്ത് കംപ്ലീറ്റ് ആക്കുവാണേ. അപ്പോൾ നമ്മൾ ഹോള് കംപ്ലീറ്റ് ആയിട്ട് തൂത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാനാണെങ്കിൽ തറ തുടയ്ക്കുന്ന ലോഷൻ വെള്ളത്തിൽ കലക്കി കൊണ്ടുവന്ന് എന്നിട്ട് അത് മുക്കി പിഴിഞ്ഞ്, അപ്പം നമ്മൾ കണ്ടില്ലേ ഒരു ഫാനാണെങ്കിൽ കംപ്ലൈൻ്റ് ആണ്, അവിടെ ശരിയാവുന്നില്ല ഫാനൊന്നും വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് 2 ഫാനുണ്ട്, പക്ഷേ ഒരു ഫാനാണെങ്കിൽ റെഡി ആയിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം മുക്കി നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്തിട്ട് നമ്മൾ തറ തുടയ്ക്കുവാണേ നന്നായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തോടെ നമ്മൾ തുടയ്ക്കുവാണെങ്കിൽ നമ്മുടെ തറ ഉണങ്ങത്തില്ല. രാത്രിയും കൂടെ ആയി, അപ്പോൾ നല്ലോണം ഉണങ്ങത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം തുണി പിഴിഞ്ഞ് നല്ലോണം തുടച്ചെടുക്കുവാണേ. അപ്പോൾ നല്ലോണം അഴുക്കൊക്കെ പോയി വൃത്തിയാകുന്നുണ്ട്. എന്തായാലും നമ്മൾ വേറെ എക്സസൈസ് ഒന്നും ചെയ്യേണ്ട, ഇതേപോലെ തറയിലിരുന്ന് നല്ല പോലെ തുടച്ചാൽ നമ്മുടെ തറയൊക്കെ നല്ല സൂപ്പർ വൃത്തിയാവും. നമുക്ക് കുറച്ച് നമ്മുടെ വണ്ണം കുറയുകയും ചെയ്യും. നമുക്ക് നല്ലൊരു എക്സസൈസും കിട്ടും. അപ്പോൾ തറ തുടയ്ക്കുന്നത് നല്ല അടിപൊളി ഒരു എക്സസൈസാണ്. അപ്പോൾ നമ്മൾ എന്നും ഹെൽത്തി ആയിട്ട് ഇരിക്കും. തറയൊക്കെ തുടച്ച് വീടൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈക്കും കാലിനുമൊക്കെ നല്ലൊരു എക്സസൈസ് കിട്ടും. എന്തായാലും നമ്മളെ തറ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാവുന്നുണ്ട്. പൊടിയൊക്കെ മാറി നല്ലോണം വൃത്തിയാവുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്ലീനിങ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വീട് നല്ല പോലെ വൃത്തിയാകുന്നുണ്ടല്ലോ. എന്തായാലും നമ്മുടെ തറ തുടച്ച് പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട് ക്ലീനായി ഇരിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അല്ലെങ്കിൽ കുറേ അഴുക്കും പിടിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് അത്ര സന്തോഷമൊന്നും കാണത്തില്ല. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ തറ തുടച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഹോള് നല്ല അടിപൊളിയാക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ. എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ.
അത്തപ്പൂക്കളത്തിന് തന്ന സപ്പോർട്ട് ക്ലീനിങ് വീഡിയോയ്ക്കും തരുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അപ്പോഴത്തേക്കും നമ്മൾ എന്തായാലും തറ തുടച്ച് അടിപൊളിയാക്കിയേ. അങ്ങനെ നമ്മൾ തറ തുടച്ച് നമ്മൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ ഹോള് നല്ല തൂത്ത് തുടച്ച് പൊടിയെല്ലാം മാറ്റി നമ്മുടെ ഹോള് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോള് കംപ്ലീറ്റ് ആയിട്ട് തൂത്ത് പൊടിയെല്ലാം നീക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, തറ നല്ലപോലെ തുടച്ച് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്പോൾ ഒരു ജോലി, ഒരു ക്ലീനിങ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയേ. അപ്പോൾ നമ്മുടെ വീട് നല്ല അടിപൊളിയായി. ഹോളെല്ലാം ഞാൻ എന്തായാലും തളർന്ന് വിയർത്ത്, അത് സാരമില്ല, ഒരു എക്സസൈസ് ആയല്ലോ. അപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ ഏകദേശം തളർന്ന്, എന്നാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത, നിങ്ങളൊരു ആവശ്യം പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. ക്ലീനിങ് വീഡിയോ ചെയ്യണമെന്ന് എത്രയോ നാൾ കൊണ്ട് എല്ലാവരും പറയുന്നു. അപ്പോൾ തറ തുടപ്പ് കംപ്ലീറ്റായി. ഇനി നെക്സ്റ്റ് ക്ലീനിങ് സെക്ഷൻ എന്താണെന്നറിയാമോ? നമ്മളുടെ പാത്രം ഇനിയും കുറേ കഴുകാനായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം എല്ലാ പാത്രവും നല്ലോണം ക്ലീനിങ് ലിക്വിഡ് വെച്ച് നല്ലോണം സോപ്പിട്ട് നല്ലോണം പതപ്പിച്ച് അതിൻ്റെ അഴുക്കെല്ലാം പോകണ്ടേ. അപ്പോഴത്തേക്കും ഞാൻ എല്ലാ പാത്രങ്ങളും സോപ്പിട്ട് വെക്കുവാണേ. എല്ലാം നമുക്ക് ആദ്യം എല്ലാം സോപ്പിട്ട് വെക്കാം. എല്ലാം ഞാൻ അങ്ങനെയാണ് പാത്രം കഴുകുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം സോപ്പിട്ട് വെക്കുവാണേ. എല്ലാം സോപ്പിട്ട് അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറയുള്ള പാത്രങ്ങളൊക്കെ, ഇപ്പം ചായക്കറ, പാലിൻ്റെ അഴുക്ക്, പിന്നെ കറി ഒക്കെ പറ്റിയിരിക്കുന്ന പാത്രങ്ങൾ നമുക്ക് ഒരു വേറൊരു ഹാർഡായിട്ടുള്ളൊരു കമ്പി വെച്ച് നമുക്ക് ഉരച്ച് വൃത്തിയായിട്ട് തേച്ചൊരച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ വീട് ഹോള് നമ്മൾ ക്ലീനാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട്, അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും നല്ല ക്ലീനായിട്ടിരുന്ന വീട്ടിലുള്ള എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ നമുക്ക് പെട്ടെന്ന്, നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്ത് നമുക്ക് കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് തോന്നും. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാം ഞാൻ സോപ്പിട്ട് വെക്കുവാണേ. സാധാരണ എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യവും മടുപ്പും ഒരു ഭയങ്കര ക്ഷീണമൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇന്നിപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി, കാരണം ഒത്തിരി നാളായിട്ട്, എത്രയോ നാൾ കൊണ്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം ചെയ്യുന്നെന്നുള്ളൊരു സന്തോഷം ഉണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എൻ്റെ വീട്ടിലെ ജോലിയൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ആണ് ചെയ്യുന്നത്. ഇന്ന് എന്തായാലും ഒരു ദേഷ്യമൊന്നും ഇല്ലാതെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. അത് വീഡിയോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുവാണ്. എല്ലാം നമ്മൾ സോപ്പിട്ട് കഴുകി എടുക്കുവാണ്.
അപ്പോൾ കണ്ടില്ലേ നമ്മൾ പാത്രം എത്ര കഴുകിയിട്ടും സത്യം പറഞ്ഞാൽ തീരുന്നില്ല. അപ്പോൾ വീട്ടിൽ ഉള്ള പെണ്ണുങ്ങളുടെ ജോലി ഒന്ന് ഓർത്ത് നോക്കിയേ, ഭയങ്കര പാടാണ്. കാരണം ഓരോ പ്രാവശ്യവും രാവിലെ പാത്രം കഴുകണം, എഴുന്നേറ്റ ഉടനെ പാത്രം കഴുകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ പാത്രം കഴുകണം, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ചായ കുടിച്ചാൽ അതിൻ്റെ പാത്രം ഉണ്ട്, പിന്നെ ലഞ്ച്, പിന്നെന്താ സ്നാക്സ്, വൈകുന്നേരമുള്ള ചായപ്പാത്രം. അങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാനായിട്ട് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ പ്രാവശ്യം നമ്മൾ ഒരു പാത്രം തന്നെ ഒരുപാട് പ്രാവശ്യം കഴുകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ജോലിയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പം ഇത്രയും കുറച്ച് വൈകിട്ടത്തെ പാത്രങ്ങൾ കുറച്ച് ഒക്കെ പെൻഡിങ് വെച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ എത്ര നേരമായിട്ട് ഇട്ട് സോപ്പിട്ടിങ്ങനെ ഉരയ്ക്കുക, എന്നിട്ടും തീരുന്നില്ല നമ്മുടെ പാത്രങ്ങൾ. എന്തായാലും നമ്മുടെ കിച്ചൺ എന്തായാലും അടിപൊളിയായിട്ട് വൃത്തിയായി കേട്ടോ. നമ്മുടെ ഹോളും വൃത്തിയായി, നമ്മുടെ അടുക്കളയും വൃത്തിയായി. എന്തായാലും നമ്മൾ സോപ്പിട്ടൊക്കെ വെച്ചു. ഇനിയും നെക്സ്റ്റ് എന്താണെന്നറിയുമോ, നമ്മൾ ചായപാത്രം പിന്നെ കറി വെക്കുന്ന പാത്രം, അതിലൊക്കെ കുറച്ച് കറകളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അത് ഭയങ്കര വൃത്തികേടാണ്. നമ്മൾ ഇപ്പം രാവിലെ ചായ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ കറ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് കാണുമ്പോഴത്തേക്ക് എന്തോ പോലെ തോന്നും, നമ്മളെന്തോ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. അത് കാരണം ഞാൻ ഈ ഉരയ്ക്കുന്ന ഒരു കമ്പി വെച്ച്, ഇച്ചിരി ഹാർഡായിട്ടുള്ള കമ്പി, അത് വെച്ച് ഈ പറ്റിയിരിക്കുന്ന കറകളൊക്കെ നല്ല പോലെ തേച്ച് ഉരച്ചൊരച്ച് കഴുകിയെടുക്കുവാണേ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ബലം പിടിച്ച് കുറച്ച് ശക്തി കൊടുത്തെങ്കിൽ മാത്രമേ ആ പാത്രങ്ങളൊക്കെ വൃത്തിയാവത്തുള്ളേ. അങ്ങനെ ഞാൻ ഏകദേശം, പക്ഷേ ഈ പാത്രം എനിക്ക് ഒരു പുതിയ പാത്രമായിരുന്നു, അത് എന്ത് പറ്റുമെന്തോ അതിൽ ഇച്ചിരി ഒരു കറ, എന്തായാലും കറ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. അത് കാരണം അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അങ്ങ് ഒരുപാട് റഫായിട്ട് കഴുകാനും നമുക്ക് തോന്നുന്നില്ല. നല്ലൊരു പാത്രമാണ്, എന്നാലും ആ കറ കാണുമ്പോൾ എന്തോ പോലെ. പിന്നെ ഇത് നമ്മൾ ദോശയൊക്കെ ചുടുന്ന പാത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഒരുപാട് ഹാർഡായിട്ടുള്ള സാധനങ്ങൾ വെച്ച് കഴുകാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് സോഫ്റ്റായിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞാൽ മതി. അപ്പോൾ ഏകദേശം നമ്മൾ സോപ്പ് തേച്ച്, എന്തായാലും നമ്മുടെ സോപ്പ് തേച്ച് പാത്രം എല്ലാത്തിലും സോപ്പൊക്കെ തേച്ച് നമ്മൾ അഴുക്ക് പോകാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഓരോരോ പാത്രങ്ങളായിട്ട് കഴുകി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, ഹോള് തൂത്തു, തുടച്ചു, പിന്നെ നമ്മൾ പാത്രങ്ങളെല്ലാം നല്ലോണം അതിൻ്റെ കറയെല്ലാം നീക്കി നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ അടുക്കള വൃത്തിയാക്കി വെക്കുവാണേ. അപ്പോൾ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മുക്കുട്ടിയാണെങ്കിൽ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലി, അപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും പാത്രം കഴുകി വെച്ചിട്ട് നൂഡിൽസ് കഴിക്കാം എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ പാത്രം കഴുകി, അപ്പോൾ ഇപ്പം തന്നെ നല്ലോണം വിശക്കുന്നു, നല്ല ക്ഷീണമുണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും പാത്രം എല്ലാം കഴുകി, അപ്പോൾ ആ ജോലി കഴിഞ്ഞിട്ട് നമുക്കെന്താ, ആ ജോലി കഴിഞ്ഞിട്ട് നൂഡിൽസ് കഴിച്ചിട്ട് വെള്ളവും കൂടെ കുടിക്കുമ്പോൾ കുറച്ച് ക്ഷീണം മാറിക്കിട്ടും. എന്തായാലും ഞാൻ സ്പീഡിൽ പാത്രങ്ങളെല്ലാം കഴുകി തീർക്കുവാണേ.
അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും സ്പീഡ് പാത്രങ്ങളെല്ലാം കഴുകി നമ്മൾ ലാസ്റ്റ് തവിയും ഇനി കുറച്ച് ഗ്ലാസും കുറച്ച് കൊച്ചു പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലി എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഏകദേശം പാത്രങ്ങളെല്ലാം പാത്രം കഴുകി വെച്ചിട്ട് വേണം എനിക്ക് നൂഡിൽസ് കഴിക്കാനായിട്ട്. ഇതെന്താ ഇത്ര നേരം കഴുകിയിട്ടും തീരുന്നില്ലല്ലോ എൻ്റെ പാത്രങ്ങൾ. കഴുകി ഞാൻ മടുത്ത്. അങ്ങനെ പാത്രം കഴുകി നമ്മൾ തീർത്തു. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആക്രാന്തത്തോടെ നൂഡിൽസ് കഴിക്കാനായിട്ട് ഓടി. അങ്ങനെ ധൃതി പിടിച്ച് തൊണ്ടയിൽ കുരുങ്ങാത്ത ഭാഗ്യം. എന്തായാലും ഞാൻ ആർത്തിയോടെ നൂഡിൽസ് എല്ലാം സത്യം പറഞ്ഞാൽ വിഴുങ്ങുമായിരുന്നു. എന്തൊരാശ്വാസം. എന്തായാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും ക്ഷീണം വന്നാലും എൻ്റെ ഫേവറേറ്റ് ഫുഡ് എപ്പോഴും നൂഡിൽസ് തന്നെയാണ്. അങ്ങനെ നൂഡിൽസ് എല്ലാം അകത്താക്കി. ഇനി കുറച്ച് വെള്ളവും കൂടെ കുടിക്കാം. ദാഹിച്ച് തൊണ്ട ഉണങ്ങി. ഇനിയിപ്പോൾ വെള്ളവും കൂടെ കുടിക്കാം. എന്നിട്ട് ഇനിയും അടുത്ത ടാസ്കിലേക്ക് പോകാം. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി നമ്മുടെ ജോലിയൊക്കെ തീർത്തു. നമ്മുടെ അടുക്കളയെല്ലാം വൃത്തിയായി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പാത്രം കഴുക്കെല്ലാം കഴിഞ്ഞ് എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പം ഞാൻ മുറിയിലോട്ട് കയറിയേ. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി അടുത്ത ടാസ്ക് എന്താ, നമ്മൾ ബെഡൊക്കെ നല്ലോണം വിരിച്ച് പുതിയൊരു ഷീറ്റ് എടുത്ത് ബെഡ് നല്ലോണം വിരിച്ച് റെഡിയാക്കുവാണേ. അങ്ങനെ ഇത് കണ്ടില്ലേ, മിക്കി മൗസിൻ്റെ ബെഡ്ഷീറ്റ്. മിക്കി മൗസിൻ്റെ പടമുണ്ട് അതിനകത്ത്. അങ്ങനെ നമ്മൾ ബെഡൊക്കെ വിരിച്ചു. ഇനി തലയണയൊക്കെ എടുത്ത് ഷീറ്റൊക്കെ അടുക്കിയൊക്കെ വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ തലയണയെല്ലാം എടുത്ത് വെക്കുവാണ്. തലയണയെല്ലാം കൂടെ ഇങ്ങനെ വാരി വലിച്ചിടാതെ ഒരു സ്ഥലത്തോട്ട് എല്ലാം എടുത്ത് അടുക്കി വെക്കുവാണ്. അങ്ങനെ നമ്മൾ കട്ടിൽ ഷീറ്റെല്ലാം നല്ലോണം വിരിച്ചു. എന്നിട്ട് തലയണയെല്ലാം എടുത്ത് വെച്ചു. ഒന്ന് വാരി വലിച്ചിടാതെ നമ്മൾ തലയണയെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി അടുത്ത എന്താ, നമ്മൾ പുതയ്ക്കുന്ന ഷീറ്റൊക്കെ മടക്കി ഒരു സൈഡിലോട്ട് വെക്കാം. ഇപ്പം നമ്മൾ റൂമിലോട്ട് കയറുമ്പോൾ എല്ലാം വാരി വലിച്ചിട്ടേക്കുന്നത് കണ്ടാൽ നമുക്കൊരു
ഒരു ദേഷ്യമൊക്കെ വരത്തില്ലേ. അപ്പോൾ നമ്മൾ റൂമിലോട്ട് കയറുമ്പോൾ എല്ലാം അടങ്ങിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം. നമ്മൾ ക്ഷീണിച്ചായിരിക്കും റൂമിലോട്ട് കയറി വരുന്നത്. അപ്പോൾ എല്ലാം വാരി വലിച്ചിടുവാണെങ്കിൽ നമുക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാനും ക്ഷീണം അകറ്റാനും ഒന്നും തോന്നത്തില്ല. ഇതിപ്പം നമ്മൾ എല്ലാം സെറ്റാക്കി നല്ല അടുക്കി അപ്പോഴത്തേക്ക് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് സമാധാനമായിട്ട് ഫാനും ഇട്ട് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ തലേനെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി ബെഡ്ഷീറ്റെല്ലാം നമ്മൾ മടക്കി മടക്കി വെക്കുവാണേ. ഒരു കട്ടിൽ നമ്മൾ വിരിച്ചിട്ടല്ലോ, അടുത്ത കട്ടിലാണെങ്കിൽ ഷീറ്റൊക്കെ നന്നായിട്ട് കിടക്കും. അപ്പോൾ ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുണ്ട്, ചീപ്പുണ്ട്, മുടി ചെയ്യുന്ന ചീപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒരു സൈഡിലോട്ട് ഒതുക്കി എല്ലാം അതായത് ഓരോന്നിൻ്റെ സ്ഥലത്തോട്ട് മടക്കി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളുടെ ഇതും വേറൊരു കട്ടിലാണ്. അപ്പോഴത്തേക്ക് ഇതിനകത്ത് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞാൽ മതി, വലിയ അഴുക്കൊന്നുമില്ല. അത് ഞാൻ എപ്പോഴും വിരിച്ച് നല്ല സെറ്റാക്കി ഇട്ടേക്കുന്ന കട്ടിലാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ ടാസ്ക് എല്ലാം നമ്മൾ ഹോളെല്ലാം നല്ലപോലെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി അടുക്കളയിൽ പെൻഡിങ് കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി നല്ല ക്ലീനാക്കി. പിന്നെന്താ നമ്മൾ റൂമിൽ ബെഡെല്ലാം ശരിയാക്കി ഷീറ്റെല്ലാം മടക്കി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ഷീണം വന്നപ്പോൾ നൂഡിൽസ് കഴിച്ചു. അങ്ങനെ നമ്മുടെ ജോലിയെല്ലാം നമ്മൾ തീർത്തു. ഏകദേശം ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാകുന്നവരെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനോടും സപ്പോർട്ട് ചെയ്യാൻ പറയണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. ഇനി വേണം, ഇപ്പോൾ വീഡിയോ എല്ലാം റെഡിയാക്കി, ഇനിയിപ്പം ഇതെല്ലാം എഡിറ്റ് ചെയ്ത് സേവാക്കി അപ്ലോഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് എന്താ അറിയാമോ, നിങ്ങൾ എപ്പോഴും ലൈവ് വരണമെന്ന് പറയത്തില്ലേ, അപ്പോൾ എനിക്ക് ഫ്രീ കിട്ടുമ്പോൾ അപ്പോൾ ഇത്രയും നേരം വീഡിയോ ചെയ്യുമായിരുന്നു. ഇനി വേണം ലൈവിൽ വരാനായിട്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ലൈവിൽ മാക്സിമം ഞാൻ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോഴത്തേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ. അപ്പോഴത്തേക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റ, ലവ് യു.